സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. പലയിടങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേനൽക്കാലത്തിന് ആശ്വാസമാകുന്ന ഇത്തരത്തിലുള്ള മഴകൾ പക്ഷേ അതിശക്തമാകുന്നതോടുകൂടി നഗരപ്രാന്തങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് സംജാതമാകുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും തുടർന്നും മഴ മുന്നറിയിപ്പുകളുണ്ട്. അത് ഒറ്റപ്പെട്ട മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും തന്നെയാണ് നിലവിൽ അറിയിപ്പുകൾ വരുന്നത്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, പറയൂ. രോഹിണി, തുടർച്ചയായ 2 ദിവസങ്ങൾ മഴയായിരുന്നു തിരുവനന്തപുരത്തും മറ്റ് സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയത്. ഇന്നും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായും അതുപോലെ തന്നെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി മഴ 24 മണിക്കൂറും തുടർച്ചയായി മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും തുടർന്നുള്ള മണിക്കൂറുകളിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുക എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ മുന്നറിയിപ്പുകളുണ്ട്. തിരുവനന്തപുരത്ത് അലേർട്ടുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാലും തിരുവനന്തപുരത്തുള്ള മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധനത്തിനായി പുറത്തേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ കടലിലേക്ക് പോകരുതെന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായി ഇന്ന് രാത്രിയും അതിശക്തമായ മഴയും അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള കാറ്റും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.